ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞായറാഴ്ച രാവിലെ 6:30 മുതൽ 10 മണി വരെയൊക്കെയുള്ള എൻ്റെ കുറച്ച് പണികളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഞായറാഴ്ച പിന്നെ അവധി ദിവസമായതുകൊണ്ട് എണീക്കുന്നത് കുറച്ച് വൈകിട്ടാണ് കേട്ടോ. ഒരു 6:30 ആവും, അല്ലെങ്കിൽ അതിൽ നേരത്തെ എണീക്കുന്നതാണ്. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ വന്നിരിക്കും. അത് പിന്നെ ഡെയിലി അങ്ങനെ തന്നെയാണ്. എണീറ്റ് ഉടനെ നേരെ കിച്ചണിൽ പോയിട്ട് പണി ചെയ്യാനൊന്നും തുടങ്ങില്ല. കുറച്ച് നേരം ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് പുറത്തേക്കൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് എന്നിട്ടങ്ങനെ പതുക്കെ പോയിട്ടൊക്കെയാണ് കിച്ചണിൽ കയറി പണിയൊക്കെ ചെയ്യാൻ തുടങ്ങുള്ളൂ. ഞായറാഴ്ച കൊണ്ട് കുറച്ചധികം ക്ലീനിങ് പണികളൊക്കെയാണ് അധികം ഉള്ളത്. പിന്നെ ചെടി നടാനുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിച്ചിട്ട് വേഗം അതൊക്കെ ആ പണികളൊക്കെ വേഗം ചെയ്ത് തീർക്കണം. ഇത് ഇന്നലെ വെച്ച മുട്ട വൈകുന്നേരം കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും കഴുകി വയ്ക്കുന്നതൊക്കെ നൈറ്റിൽ ഇങ്ങനെ കഴുകി വയ്ക്കും. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും അതിലത്തെ വെള്ളമൊക്കെ വാർന്ന് ഉണങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ മുട്ടയൊക്കെ കഴുകി വെച്ചായിരുന്നു. അതൊക്കെ ഇനി ഫ്രിഡ്ജിലേക്കൊക്കെ എടുത്ത് വെച്ചാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. അത് ഇന്നലെ ഇഡ്ഡലി മാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഉള്ള മാവ് കൊണ്ട് ലാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കും. അപ്പോൾ ദോശയിലേക്ക് ഒരു തേങ്ങാ ചട്നി പിന്നെ ഉള്ളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ പണിയൊക്കെ ഈസിയാണ്. ഈ വെള്ളപ്പമാവും അല്ലെങ്കിൽ ദോശമാവൊക്കെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ പിന്നെ പണി ഈസിയല്ലേ. അപ്പോൾ ഒരു സമാധാനം രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ അന്ന് അധികം മെനക്കെട്ട പണികളൊന്നുമില്ല, മാവൊക്കെ റെഡിയാണല്ലോ എന്ന് തോന്നും. ചട്നി ഉണ്ടാക്കാൻ കുറച്ച് തേങ്ങയും അതിലേക്ക് പാകത്തിന് പച്ചമുളകും കുഞ്ഞൊരു പീസ് ഇഞ്ചി, ഒരു കുഞ്ഞത് വേണം, വളരെ ചെറുതാണ്. എനിക്ക് ഇഞ്ചിയുടെ ചുവ അധികം ഇഷ്ടമല്ല ചട്നിയിലേക്ക്. അപ്പോൾ അത്രയും ചെറിയൊരു പീസേ ചേർക്കുള്ളൂ ഇഞ്ചി. ഒക്കെ കൂടിയിട്ട് അരച്ച് വയ്ക്കാം. ചിലപ്പോൾ ഞാനിതിൽ വറ്റൽമുളകും ചേർക്കും കേട്ടോ. പച്ചമുളകും വറ്റൽമുളകും ഒരുപോലെ എടുത്തിട്ട് ചേർക്കും. എനിക്കിഷ്ടം വറ്റൽമുളകിൻ്റെ ചുവ എനിക്കിഷ്ടമാണ് അതിലേക്ക്. ഇനി ഒരു ഉള്ളി ചമ്മന്തി കൂടി റെഡിയാക്കാനുണ്ട്. അതിലേക്ക് ചിലപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുക്കുക. ഇന്ന് ഞാൻ സവാള എടുത്തിരിക്കുന്നത്, ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ വറ്റൽമുളകും കുറച്ചധികം വറ്റൽമുളക് കൊടുക്കണം. രണ്ടും കൂടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഉപ്പും കൂട്ടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഞാനങ്ങനെ പുളി ചേർക്കാറില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരിൽ പുളി ചേർക്കുന്നൊക്കെ ടേസ്റ്റായിരിക്കും. ഞങ്ങളിവിടെ സാധാരണ വീട്ടിലൊക്കെ ഉണ്ടാക്കുക ഇതേപോലെ, ചിലപ്പോൾ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവാള വഴറ്റിയിട്ട് വറ്റൽമുളകും കൂട്ടിയിട്ട് വഴറ്റിയിട്ട് അടിച്ചെടുത്തിട്ട് ഉപ്പും കൂട്ടി അടിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് യൂസ് ചെയ്യുക.
ഇനി ചട്നി വറുത്തിടാൻ കുറച്ചുകൂടി അതിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടിയിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിൽ അരച്ച് വെച്ച കൂട്ടില്ലേ അതതിൽ ചേർത്ത് ഒന്ന് ചൂടാക്കുക. തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കി അപ്പം തന്നെ തീ ഓഫാക്കുക. അങ്ങനെയാണ് ഇവിടെ ചെയ്യുക. വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറ്. ചിലവരൊക്കെ ചെയ്യുന്നത് അങ്ങനെ ചൂടാക്കില്ല, തീരെ ചൂടാക്കില്ല എന്നും പറയും കേട്ടോ. ഇങ്ങനെ അരച്ച് വെച്ചതിലേക്ക് തിരിച്ച് ഇങ്ങനെ കടുകും ഇതൊക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. തീരെ ചൂടാക്കില്ല ചട്നി എന്ന് പറയും. പക്ഷെ ഞങ്ങളവിടെ ഇങ്ങനെ ചെയ്യുക, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും, ചെറുതായിട്ടൊന്ന് ചൂടാക്കും. ഞാനില്ലേ ഈ കടുക് വറുത്തിടുമ്പോൾ അതൊന്ന് മൂടി വയ്ക്കും. അല്ലെങ്കിൽ മൂടി വെച്ചിട്ടില്ലെങ്കിൽ ആകെ കടുകൊക്കെ തെറിച്ച് നിലത്തും കൗണ്ടർ ടോപ്പിലും ആകെ ഇങ്ങനെ തെറിക്കും. ഈ മൂപ്പ് കുറവുള്ള കടുക് കുറച്ചധികം പൊട്ടിത്തെറിക്കും. എനിക്കിപ്രാവശ്യം വാങ്ങിച്ചത് മൂപ്പ് കുറവുള്ള കടുക് തോന്നുന്നുണ്ട്, നല്ല തെറിക്കുന്നുണ്ട്. ഇപ്പോൾ ദോശയായി, ചട്നിയായി, ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ചമ്മന്തി ഒന്ന് അരച്ചെടുക്കണം. പിന്നെ സൂര്യന് ഇന്ന് കട്ടൻ ചായ വേണ്ട, ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കണം. ഞങ്ങളെല്ലാവരും ഇവിടെ കട്ടൻ ചായയുടെ ആൾക്കാരാണ് കേട്ടോ. മധുരമില്ലാത്ത കട്ടൻ ചായ, പാലും പഞ്ചസാരയൊക്കെ ഒന്ന് ഒഴിവാക്കി. കുറച്ച് നാളായിട്ട് ഇപ്പം അങ്ങനെയാണ്. നല്ലതാണല്ലോ, പഞ്ചസാരയൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കട്ടൻ ചായ മധുരമില്ലാണ്ടൊക്കെ കുടിക്കാൻ. പിന്നെ അതങ്ങ് ശീലമായി. ഇപ്പോൾ ടേസ്റ്റായി. മധുരമില്ലാത്ത കട്ടൻ ചായ കുടിക്കാനാണ് ഇപ്പോൾ ഇഷ്ടം. മധുരമുള്ളത് ഇപ്പം എന്തോ ഇഷ്ടമില്ലാത്ത പോലെയായി. ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അടുത്ത പണി തുടങ്ങണം. ക്ലീനിങ് പണികൾ കുറേ ഉണ്ട്, കുറച്ച് ചെടി നടാനുണ്ട്, അങ്ങനെയൊക്കെ.
ഇനി ചോറ് വെച്ചിട്ട് മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ പോവാം. അതൊന്ന് തിളച്ചാൽ പിന്നെ ഈ ഹോട്ട് ബോക്സിനകത്ത് ഇറക്കി വെച്ചാൽ മതിയല്ലോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ, അപ്പോഴേക്കും മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം. ഹൗസ് വാമിങ് ഇപ്പം അടുത്തല്ലേ കഴിഞ്ഞത്. ചെടിയൊക്കെ പിടിപ്പിച്ച് വരുന്നേ ഉള്ളൂ. പച്ചപ്പൊന്നും അവിടെ ശരിക്കും ആയിട്ടില്ല. അപ്പോഴും നല്ല മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ചെടികളൊക്കെ പിടിപ്പിച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് ഉണ്ടാവും. ഇപ്പം നല്ല വേനൽക്കാലമല്ലേ, അത് ശരിക്കും അങ്ങ് പിടിച്ച് വരുന്നില്ല. അപ്പം മുറ്റം ക്ലീനാക്കി വന്നപ്പോഴേക്കും അരി തിളച്ചിട്ടുണ്ട്. ഇനി അത് ഹോട്ട് ബോക്സിനകത്ത് ഇറക്കി വെച്ച് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വാർത്താൽ മതിയാവും. ഇത് മട്ട അരിയാണ്, അപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ വാർക്കാം. അതിനിടയിൽ കുറച്ച് ചെടി നടാനുണ്ട്. ഇത് വീടിൻ്റെ പിറകുവശമാണ് കേട്ടോ. ചെടി നടലൊക്കെ കഴിഞ്ഞു, പക്ഷെ ഒന്നും അറിയണില്ല അല്ലേ. അവിടെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അതിനി നല്ലൊരു മഴയൊക്കെ പെയ്താൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇനി വീടിൻ്റെ ആകൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. ഇത് സൂര്യൻ്റെ റൂമാണ് കേട്ടോ. അവനോട് എന്നും പറയും നന്നായിട്ട് എണീറ്റ് കഴിഞ്ഞാൽ ബെഡൊക്കെ നന്നായിട്ട് വിരിച്ചിടണം, വൃത്തിയിൽ കൊണ്ടു നടക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്. അത് കാരണം അവൾക്ക് അവൻ അത്യാവശ്യമൊക്കെ നന്നായിട്ട് ചെയ്യും. ഇപ്പോൾ അതൊക്കെ വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതേപോലെ എന്നും എണീറ്റ് വരുമ്പോൾ അവൻ തന്നെ ചെയ്യുന്നതാണ്. പുതപ്പൊക്കെ ശരിക്ക് മടക്കി ഇങ്ങനെ ഇടണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യും അവൻ. എല്ലാ ഞായറാഴ്ചയും അവന് സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ട് വെച്ചതായിരുന്നു. അപ്പോഴായിരുന്നു മെസ്സേജ് വന്നത് ഇന്ന് സ്കേറ്റിംഗ് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇത് മേലേക്ക് തന്നെ എടുത്ത് വെക്കട്ടെ. ഇനി അടുത്ത ഞായറാഴ്ചയാണ് സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ടാവുള്ളൂ. ഇത് ഈ വീടിൻ്റെ ഓപ്പൺ കോർട്ട്യാർഡാണ് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി വെള്ളം ഒഴിച്ച് അങ്ങ് വൃത്തിയാക്കുക ചെയ്യുക. അപ്പോൾ വെള്ളം പോകാനുള്ള പൈപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി അങ്ങനെ അടിച്ചു വാരി അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യുക, ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഇന്നത്തെ രാവിലത്തെ പണികളൊക്കെ ഏകദേശം തീർന്നു. ഇനി ഉച്ചക്കിലേക്ക് കറി, ഉപ്പേരി ഇതൊക്കെ ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ രാവിലത്തെ പണികളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.